പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാരാനാഥ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കട്ടെ. എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ വാഴ്വുകളും ദൈവം നമുക്ക് സമൃദ്ധമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പുതുവത്സര സന്ദേശമായിട്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഏകദേശം നമ്മൾ 1-ാം തീയതി ആരംഭിച്ച ഒരു ശുശ്രൂഷ, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ധാരാളം കഴിഞ്ഞു. വേറെ എവൻഗേലിയോൻ ചിന്തകൾ നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഇടയ്ക്ക് കയറി വന്നു. എങ്കിൽ തന്നെയും ദൈവം നമ്മളെ ഒത്തിരി മുന്നോട്ട് നയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത്, ആർക്കെങ്കിലും ജ്ഞാനം കുറവുണ്ടെങ്കിൽ അവർ യഹോവയോട് ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കും, കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവരാണ് എവിടുന്ന് എന്നാണ്. യേശുക്രിസ്തു യഹൂദന്മാരുടെ ഇടയിൽ ചിന്തിക്കുമ്പോൾ വളരെ കുറഞ്ഞ നിലവാര ജീവിതത്തിലുള്ളവരാണെന്ന് അവർ പറഞ്ഞ് ആക്ഷേപിക്കുകയൊക്കെ ചെയ്തപ്പോഴും യേശുവിൻ്റെ ജ്ഞാനം കണ്ട്, യേശുക്രിസ്തുവിൻ്റെ അറിവ് കണ്ട് അവർ അത്ഭുതപ്പെട്ടു എന്നുള്ളത് ഒരു സത്യമാണ്. അത് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യവും എസെക്കിയേൽ പ്രവചനം 39-ൻ്റെ 29-ാമത്തെ വാക്യവുമാണ്. ഈ വചനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. അവിടുത്തെ സ്നേഹവും അവിടുത്തെ കരുതലും ധാരാളമായി ഞങ്ങൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ വചനം കേൾക്കുന്ന മക്കൾക്ക് നന്നായി വചനത്തിൽ ഉറച്ചു വിശ്വസിക്കുവാനും യേശുക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ രക്ഷകരെന്ന് ആധുരമായി സ്വീകരിക്കുവാനും ക്രിസ്തുയേശുവിലൂടെ നൽകുന്ന ആ സൗജന്യ രക്ഷ അനുഭവിക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനനായ എനിക്ക് ഇന്ന് വചനം പ്രസംഗിക്കുമ്പോൾ ധൈര്യപൂർവ്വം പ്രസംഗിക്കുവാൻ, ആവശ്യമായ വചനത്തിൻ്റെ വ്യാഖ്യാനം ലഭിക്കുവാൻ, കേൾക്കുന്ന മക്കൾക്ക് ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകുവാനും ഭൗതികമായിട്ടുള്ള അവരുടെ എല്ലാ ഐശ്വര്യങ്ങളും പുനഃസ്ഥാപിക്കപ്പെടുവാനും ഈ വചന ശുശ്രൂഷയിലൂടെ ഇടയാകാൻ തക്കവണ്ണം നമ്മ പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സകലതും സമർപ്പിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവചനൻ്റെ പുസ്തകം 44-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ഹല്ലേലൂയ. ഈ പുതുവർഷത്തിൽ നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ സന്ദേശമാണത്. ഒന്നും കൂടി വായിക്കാം. വരണ്ട ഭൂമിയിൽ ജലവും. ജീവിതം ആകെ വറ്റി വരണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ജീവിതത്തിന് മുന്നോട്ട് പോകാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞ ഒരു കൃപയില്ല, ഒരു ചൈതന്യമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ദിവസങ്ങളാണെങ്കിൽ ഈ വചനം ഏറ്റുപറയുക: വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കണം. നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. അപ്പോൾ ദൈവാത്മാവിനെ നൽകി നമുക്ക് എന്താ പറയുന്നത്, നമ്മൾ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് യേശു പ്രഘോഷിച്ചതുപോലെ നമുക്കും പറയാനായിട്ട് കഴിയണം, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. കാരണം എന്താണ്? എൻ്റെ മേൽ കർത്താവിൻ്റെ ആത്മാവിനെ പകരും. മാമോദീസായിലൂടെ എന്നിൽ കർത്താവിൻ്റെ ആത്മാവിനെ പകർന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ആത്മാവിനെ ഞാൻ ദുഃഖിപ്പിക്കുവാൻ ഇടയായിപ്പോയി പാപം ചെയ്ത്. ഞാൻ എൻ്റെ പാപം ഏറ്റുപറഞ്ഞ് ഞാൻ മനസ്തപിച്ച് ഞാൻ അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് വന്നപ്പോൾ ഈ പുതുവർഷത്തിൽ കർത്താവ് അവൻ്റെ ആത്മാവിന് എൻ്റെ മേൽ നൽകി. പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ
ഈ നാളുകളിൽ ദനഹ പെരുന്നാളിൻ്റെ ദിവസങ്ങളായിരുന്നല്ലോ. ദനഹ കർത്താവിന് മാമോദിസ മുങ്ങിയ നാളുകളായിരുന്നല്ലോ. ആ യോർദാൻ നദിയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ പ്രത്യക്ഷപ്പെട്ട സമയമായിരുന്നു. വചനത്താൽ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയുന്ന വചനത്താൽ പിതാവിൻ്റെ സാന്നിധ്യവും പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും മാമോദിസ സ്വീകരിക്കുന്ന യേശുക്രിസ്തു ആകയാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സംഗമിച്ച ആ സ്ഥലമായിരുന്നു യോർദാൻ. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൃപാവരത്താൽ നമ്മൾ നിറയാൻ സാധിക്കണം. ഉണങ്ങിയ നിലത്ത്, വരണ്ട ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്, ഒരിക്കൽ കൂടെ പറയട്ടെ, ജീവിതത്തിൻ്റെ യാതൊരു പ്രത്യാശയുമില്ലാതിരിക്കുന്ന അനുഭവത്തിൽ യേശുവിനെ വിളിക്കുക വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നൽകും. വീണ്ടും എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 39:29 പറയുന്നത് എന്താ? എസെക്കിയേൽ പ്രവചനം 39 അധ്യായം 29: ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം ഇനിമേൽ മറയ്ക്കുകയില്ല. ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം ഇനിമേൽ മറയ്ക്കുകയില്ല. എന്തെന്നാൽ ഞാൻ എൻ്റെ ആത്മാവിനെ അതിന്മേൽ അയച്ചിരിക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ആത്മാവിനെ ഞാൻ അതിൻ്റെ മേൽ അയച്ചിരിക്കുന്നു. ഇസ്രായേൽ ഭവനത്തിന് ഇനിമേൽ അനർത്ഥങ്ങളില്ല. ഇനി കർത്താവിൻ്റെ മുഖം ഇസ്രായേലിൻ്റെ മുഖത്ത് നിന്ന് മറച്ചു കളയില്ല. അതേസമയം നമ്മൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, യെശയ്യാ പ്രവചനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നീ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ മുഖം മറച്ചു കളയും എന്ന് പറയുന്നുണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ മുഖം മറച്ചു കളയും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. യെശയ്യാ പ്രവചനം 1:15 വാക്യം, നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്, നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ. അപ്പോൾ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല എന്ന് പറയുമ്പോൾ, എസെക്കിയേൽ ഇസ്രായേൽ ജനം തിരിച്ചു വരുമ്പോൾ, മാനസാന്തരപ്പെടുമ്പോൾ, അവരുടെ പാപങ്ങളേറ്റു പറഞ്ഞ് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ, എസെക്കിയേൽ പ്രവചനം 39:29, ഇനി ഞാൻ ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് എൻ്റെ മുഖം മറയ്ക്കുകയില്ല. എന്തെന്നാൽ ഞാൻ എൻ്റെ ആത്മാവിനെ അതിന്മേൽ അയച്ചിരിക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ, സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. പെരുന്നാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. ഹല്ലേലൂയ. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഇനി ഇസ്രായേലിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം മറയ്ക്കുകയില്ല. എൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നു, അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ആഗ്രഹം, ഈ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മളിങ്ങനെ പാടുന്നില്ലേ, പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവെ നീ അറിയുന്നു. അപ്പോൾ ഈ 2025 ഈ പ്രാരംഭ മാസത്തിൽ, 1-ാമത്തെ മാസത്തിൽ തന്നെ, ഈ ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഈ ദിവസങ്ങളുടെ പ്രത്യേകതയായിരുന്നു ക്രിസ്തുവിൻ്റെ പുതുവത്സരം മാത്രമല്ല, യേശുക്രിസ്തു മാമോദിസ മുക്കിയ ദനഹ പെരുന്നാളായിരുന്നു. രണ്ടാമത്തത് സ്തേഫാനോസിൻ്റെ
ആദ്യത്തെ പൂർണ്ണ ഷമ്മാസനായ ഡീക്കണായ സ്തേഫാനോസിൻ്റെ രക്തസാക്ഷിത്വ ദിവസങ്ങളായിരുന്നു ജനുവരി 8 എന്നൊക്കെ പറയും. ജനുവരി 6 ദനഹ പെരുന്നാളാണ്. അപ്പോൾ ധാരാളമായി നമുക്ക് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുന്ന ദിവസങ്ങളാണ്. ഭയമില്ലാതെ ജീവിക്കാൻ നൽകുന്ന അവസരങ്ങളാണ്. കാരണം എന്താ, ശിശുവിനെ നമ്മൾ കുർബാനയുടെ വായനയിൽ ധ്യാനിച്ചതാണ്. ശിശുവിനെ കൊല്ലുവാൻ ശ്രമിച്ചവർ മരിച്ചുപോയി. അതുകൊണ്ട് ഈ ധൈര്യപൂർവ്വം നസ്രത്തിലേക്ക് വരിക എന്ന് പറയുന്ന അനുഭവമൊക്കെ നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇവിടെ ആർക്കെങ്കിലും ദാഹിക്കുക, ഈ ആത്മാവിന് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, കിണറ്റിൻകരയിൽ വെള്ളം ചോദിച്ച സ്ത്രീയോട് യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവനൊക്കെ പിന്നെയും ദാഹിക്കും. കിണറ്റിൻകരയിൽ വെച്ച് ആ സ്ത്രീ, ശമരിയക്കാരി സ്ത്രീ യേശുവിനോട് പറഞ്ഞു, എനിക്ക് ആ വെള്ളം തരിക, പിന്നെ ഞാനിവിടെ കോരാൻ വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവളോട് പറഞ്ഞതാണ്, ഈ വെള്ളം കുടിക്കുന്നവനൊക്കെയും പിന്നെയും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കുകയില്ല. അതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവജലത്തിൻ്റെ നദികൾ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകും. നമ്മിൽ നിന്ന് അനേകർക്ക് ആശ്വാസവും അനേകർക്ക് സമാധാനവും അനേകർക്ക് സ്വസ്ഥതയും കിട്ടുന്ന രീതിയിലേക്ക് ശുശ്രൂഷ വളരും, ജീവിതം വളരും, ജീവിതം മെച്ചപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതമാണ് പ്രിയമുള്ളവർ അതുവഴി അനുഗ്രഹമാകുന്നത്. നമ്മുടെ കുടുംബത്തിൽ, ഭാര്യയിൽ, മക്കളിൽ, നമ്മുടെ വസ്തുവകളിന്മേലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകും. കാരണം എന്താ, നാം പരിശുദ്ധാത്മാവിനാലാണ് എല്ലാം ക്രമീകരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയും എന്ന് പറഞ്ഞാൽ, നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. മാമോദീസായിലൂടെ, മാമോദിസ മുങ്ങിയവരൊക്കെ മാമോദിസായിലൂടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. കൂദാശകൾ സ്വീകരിക്കുന്നവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. പക്ഷെ നാം പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയെങ്കിൽ ദാവീദിൻ്റെ പ്രാർത്ഥന പോലെ, 51-ാം സങ്കീർത്തനം പോലെ നമ്മൾ ചെയ്യണം, പ്രാർത്ഥിക്കണം. എന്ത്? ദൈവമേ, രക്തപാതകത്തിനെ വിടുവിക്കണം, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് തിരികെ എടുക്കരുത്. 51-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ്? നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് തിരികെ എടുക്കരുത്. കാരണം എന്താ? ഞാൻ നശിച്ചു പോകും. നിൻ്റെ കൃപ, നിൻ്റെ ആത്മാവ് എന്നിലില്ലെങ്കിൽ ഞാൻ നശിച്ചു പോകും. കാരണം എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ഈ സോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും, എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. അങ്ങനെ നമ്മൾ വായിച്ചു പോരുമ്പോൾ 11-ാമത്തെ വാക്യമാണ്, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. അപ്പോൾ പ്രിയമുള്ളവർ, 51-ാമത്തെ സങ്കീർത്തനം നമ്മുടെ ഒരു പാപബോധത്തോടു കൂടിയുള്ള പ്രാർത്ഥനയായിട്ടെടുത്ത്, പാപബോധം വരാനുള്ള പ്രാർത്ഥനയാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഏത് ശുശ്രൂഷ ദേവാലയത്തിലോ വീട്ടിലോ ചെയ്യുമ്പോഴും സഭയുടെ ക്രമം അനുസരിച്ച് 51-ാം സങ്കീർത്തനം പ്രാർത്ഥിച്ചിട്ടേ നമ്മുടെ ഏത് ശുശ്രൂഷയും ആരംഭിക്കുന്നുള്ളൂ. ശുശ്രൂഷ ആരംഭിക്കാൻ വേണ്ടി ഒരു സങ്കീർത്തനം എന്നുള്ളതല്ല അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ പാപം വെടിഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം, അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടെ പറയട്ടെ, ഇസ്രായേൽ ഭവനത്തിൽ ഞാൻ ഇനി എൻ്റെ മുഖം മറയ്ക്കുകയില്ല, എന്തെന്നാൽ ഞാൻ എൻ്റെ ആത്മാവിനെ അതിന്മേൽ അയച്ചിരിക്കുന്നു. യോഹന്നാൻ 7:37. ആർക്കെങ്കിലും
ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. നമുക്ക് ഈ നിമിഷം മുതൽ ദൈവസന്നിധിയിൽ താഴ്മയോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ അയക്കണമേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവെ എന്നിൽ കത്തി പടരണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവെ പുതിയ ചിന്തകൾ കൊണ്ട് എന്നെ നിറയ്ക്കണമേ, പുതിയ ധ്യാനങ്ങൾ നൽകണമേ. ഈ 2025 വർഷം ഏറെ ആത്മീയ ഉണർവുള്ളതായിരിക്കുവാൻ പരിശുദ്ധാത്മാവെ എന്നെ നയിക്കണമേ. വളരെ ദാഹത്തോടെ, വളരെ ആഗ്രഹത്തോടെ നാഥാ തിരുസന്നിധിയിൽ എന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. സ്തുതി, 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 സ്തുതി. ആത്മാവിനെ വർഷിക്കണമേ, ആത്മാവിനെ വർഷിക്കണമേ, ആത്മാവിനെ വർഷിക്കണമേ. തിരക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ, ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ. ഹാലേലുയ, ഹാലേലുയ. കർത്താവെ ദാഹിക്കുന്നു, ജലം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മജലം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും കർത്താവെ തിരുമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടുവാൻ ആത്മാവിനെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം കൊണ്ട് നിറയുവാൻ ആത്മാവിനെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപമില്ലാതെ ജീവിക്കുവാൻ ആത്മാവിനെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ. ഹാലേലുയ, 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 ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമീൻ. ഹാലേലുയ. പ്രിയമുള്ളവരെ, പുതുവത്സരത്തിൻ്റെ സന്ദേശം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ കേൾക്കണം. അനേകർക്ക് ഇത് പകർന്നു കൊടുക്കണം. അനേകരെ ഇതിൻ്റെ പ്രേക്ഷിതരാക്കി മാറ്റണം. എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും അനുഭവിച്ച് നമുക്ക് നിത്യതയെ പുൽകുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകട്ടെ. എല്ലാ മാനവും മഹത്വവും പൊന്നു തിരുമേനി അങ്ങേക്കുള്ളത്. ആമേൻ.